الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا نذيرا وداعيا إلى الله بإذنه وسراجا منيرا. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين. ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. الله أعلم. നമ്മൾ സൂറത്ത് യാസീന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ പാഠങ്ങളിലും കഴിഞ്ഞ ആയത്തുകളിലെല്ലാം അല്ലാഹു തആല അടിമകൾ ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയായിരുന്നു. വായത്തുല്ലഹും എന്നെല്ലാം അല്ലാഹു തആല അവന്റെ ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞ് അവന്റെ നിഅമത്തുകളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. പിന്നെ അവിടെ നിന്നും അല്ലാഹു തആല ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെട്ട് ജീവിക്കുവിൻ എന്നുള്ള കാര്യത്തിലേക്ക് അല്ലാഹു തആല നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ സത്യനിഷേധികളോട് അല്ലാഹു തആല ഇതെല്ലാം അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവായിട്ട് അവന്റെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രമായിരിക്കണം നിങ്ങൾ ഭയപ്പെടേണ്ടത്, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന നിലയിൽ സത്യനിഷേധികൾ അല്ലാഹു തആല അവരുണർത്തുകയാണ്. وَإِذَا قِيلَ لَهُمُ اتَّقُوا مَا بَيْنَ أَيْدِيكُمْ وَمَا خَلْفَكُمْ لَعَلَّكُمْ تُرْحَمُونَ. അവരോട് പറയപ്പെട്ടാൽ, സത്യനിഷേധികളോട് പറയപ്പെട്ടാൽ, നിങ്ങളുടെ മുന്നിൽ വരാനിരിക്കുന്നതും നിങ്ങളുടെ പിന്നിൽ കഴിഞ്ഞതിനെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾക്ക് അതിലൂടെ കാരുണ്യം ലഭിച്ചേക്കാം, ലഅല്ലക്കും തുർഹമൂൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ, വഇദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ, ഇത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫക്കും, നിങ്ങൾ സൂക്ഷിക്കുക, ഭയപ്പെടുക, നിങ്ങളുടെ പിന്നിലുള്ളതിനെയും നിങ്ങൾക്ക് മുന്നിൽ വരാനുള്ളതിനെയും, മാ ബൈന ഐദീകും നിങ്ങളുടെ മുന്നിൽ വരാനുള്ള ഒന്നിനെയും, വമാ ഖൽഫക്കും നിങ്ങളുടെ പിന്നിലുള്ള കാര്യത്തെയും, ലഅല്ലക്കും തുർഹമൂൻ അതിലൂടെ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം എന്ന് അവരോട് പറയപ്പെട്ടാൽ, തിരിച്ചവർ പറയുന്ന മറുപടി വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. അവരുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും എന്തെങ്കിലും ദൃഷ്ടാന്തം അവരുടെ അരികിൽ വന്നാൽ അതിൽ നിന്ന് അവർ മുഖം തിരിച്ചു കളയുന്നു. മുഅ്രിദൂൻ അതിൽ നിന്ന് അവർ മുഖം തിരിച്ചു കളയുന്നു, പിന്തിരിഞ്ഞു പോകുന്നു. പിന്നെ അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹു അവരോട് പറയപ്പെട്ടാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ റിസ്കിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുക എന്നവരോട് പറയപ്പെട്ടാൽ,
ഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറയും, ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളോട്, അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമ, അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമ. അള്ളാഹു അവൻ ഉദ്ദേശിച്ചാൽ അവൻ തന്നെ ആഹാരം നൽകുമായിരുന്ന ആളുകൾക്ക് ഞങ്ങൾ ആഹാരം കൊടുക്കണമോ? അഥവാ അള്ളാഹു താല അവൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ പാവങ്ങളായ ആളുകൾക്ക് അവന് ആഹാരം നൽകാൻ സാധിക്കുമായിരുന്നു, റിസ്ക് നൽകാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ അവൻ നൽകാതിരിക്കുന്ന ആളുകൾക്ക് അവൻ തന്നെ തീരുമാനിച്ചിട്ടില്ല നൽകാൻ, അങ്ങനത്തെ ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കണമോ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇന്നന്തും ഇല്ലാ ഫീ ദലാലി മുബീൻ, നിങ്ങൾ വ്യക്തമായ വഴികളിൽ തന്നെയാകുന്നു. അപ്പൊ സത്യനിഷേധികളോട് അള്ളാഹു താല ഇവിടെ സത്യത്തിൽ മക്ക മുശ്രിക്കീങ്ങളെ സംബോധനയോട് പറയാൻ, അവരോട് പറയപ്പെട്ടാൽ നിങ്ങളുടെ മുന്നിലുള്ളതിന് നിങ്ങളുടെ പിന്നിലുള്ളതും, മബൈന ഐദീക്കും വമാ ഖൽഫക്കും. അതിന് ഖത്താദ റഹ്മത്തുള്ളാഹി പറയുന്നു, മുൻപുള്ള എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം മുൻകഴിഞ്ഞ സമുദായങ്ങൾ അവർക്കുണ്ടായ അവസ്ഥകളെ മനസ്സിലാക്കി നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. അതുപോലെ മബൈന ഐദീക്കും വമാ ഖൽഫക്കും കൊണ്ട് ഉദ്ദേശമല്ല ആഖിറമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, മുജാഹിദ് റഹിമഹുല്ലാഹ് പറയുന്നത്, മിൻ ഐദീക്കും വമാ ഖൽഫക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ മദാ മിന ദുനൂബ് വമാ യഅതി മിന ദുനൂബ്, നിങ്ങൾ കഴിഞ്ഞു പോയ പാപങ്ങളുടെ വിഷയത്തിലും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ പാപങ്ങളുടെ വിഷയത്തിലും നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. ഹസൻ റഹിമഹുല്ലാഹ് പറയുന്നത്, മാ മദാ മിൻ അജാലിക്കും വമാ ബഖിയ മിൻഹു, നിങ്ങൾ കഴിഞ്ഞു പോയ ജീവിതത്തെക്കുറിച്ചും ഇനി വരാനുള്ള ജീവിതത്തെക്കുറിച്ചും നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, തഖ്വ ചെയ്യുക. ഇത് ഇവിടെ അവരോട് പറയപ്പെട്ടാൽ അവർ തിരിച്ചു പറയുന്ന അവസ്ഥയെക്കുറിച്ച് സത്യനിഷേധികൾ മുസ്ലിമീങ്ങളോട് നടത്തിയ സംഭാഷണമാണ്. അള്ളാഹുവിനെ അനുഗ്രഹങ്ങളെ കുറിച്ച് അവരോട് പറയപ്പെടുമ്പോൾ അവർ തിരിച്ച് അവരുടെ പ്രതികരണം അവർ കളിയാക്കിക്കൊണ്ടാണ് തിരിച്ചു പറയുന്നത്. ഇവിടെ അവർ മുസ്ലിമീങ്ങളെ കളിയാക്കിക്കൊണ്ട് പറയാൻ, നിങ്ങളുടെ റബ്ബ് തന്നെ കൊടുക്കാതിരിക്കുന്ന ആളുകൾക്ക്. അബ്ദുല്ലാഹി അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, ഇത് മക്കയിൽ ഉണ്ടായിരുന്ന ചില നിഷേധികൾ അവർ പറഞ്ഞ വാക്കുകളാണ്. അവർ അള്ളാഹുവിന്റെ ഹിക്മത്തിനെ മനസ്സിലാക്കുന്നത്, അള്ളാഹു ചില ആളുകൾക്ക് സമ്പത്ത് നൽകി ചില ആളുകളുടെ സമ്പത്ത് നൽകാതിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ ഒരു തർത്തീബാണ്. ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം എളുപ്പമാകാൻ വേണ്ടി ചിലർ അള്ളാഹു സമ്പന്നരാക്കി, ചിലർ അള്ളാഹു താല മധ്യമായ അവസ്ഥയിലാക്കി, ചിലർ അള്ളാഹു താല ഫക്കീറന്മാരാക്കി. ഇത് അള്ളാഹുവിന്റെ ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം സുന്ദരമായി ഭംഗിയായി കഴിഞ്ഞു പോകാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചൊരു തർത്തീബാണ്. ഇല്ലെങ്കിൽ അള്ളാഹുവിന് മൃഗങ്ങൾക്ക് റിസ്ക് നൽകുന്നത് പോലെ എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹ് റിസ്ക് നൽകുന്നുണ്ട്. അവൾക്കിടയിൽ സമ്പന്നരോ ദരിദ്രരോ എന്ന അവസ്ഥയില്ല. മൃഗങ്ങൾക്കിടയിലോ മറ്റുള്ള സൃഷ്ടികൾക്കിടയിലോ മനുഷ്യരെ പോലെ അങ്ങേറ്റം ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നവർ, അങ്ങേറ്റം സമ്പന്നതയിൽ കഴിയുന്നവർ എന്നൊരവസ്ഥ മറ്റുള്ള സൃഷ്ടികൾക്കിടയില്ല. പക്ഷെ എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു താല ഒരേപോലെ റിസ്ക് നൽകുന്നവനാണ്. അതേപോലെ അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ മനുഷ്യർക്കും റിസ്ക് നൽകാൻ സാധിക്കുമായിരുന്നു. പിന്നെ അള്ളാഹുവിനെ നൽകാതിരിക്കുന്നത് അത് മനുഷ്യർക്കിടയിൽ പരസ്പരം ചിലരുടെ മേൽ ആവശ്യക്കാരാക്കുകയാണ്. സമ്പന്നർ പാവങ്ങളുടെ അധ്വാനത്തിലേക്ക് ആവശ്യമാണ്, പാവങ്ങളായ ജനങ്ങൾ സമ്പന്നരുടെ സമ്പത്തിലേക്ക് ആവശ്യമാണ്. ഇങ്ങനെ പരസ്പരം ആവശ്യക്കാരാക്കിയത് ഈ ദുനിയാവിലെ ജീവിതം അത് സുന്ദരമായി കടന്നു പോകാൻ വേണ്ടിയാണ്. അള്ളാഹു താല തർത്തീബാണത്. അബൂബക്കർ റളിയല്ലാഹു തആല ഇബ്നു കസീർ റഹിമഹുല്ലാഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ അബൂജഹൽ വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ, നിങ്ങൾ എന്തിനാണ് ഈ പാവങ്ങളെ ഈ ബുദ്ധിമുട്ടുന്നവരെല്ലാം നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹു തആല പാവങ്ങളുടെ വിഷയത്തിൽ വളരെ സഹായിക്കുന്ന ആളായിരുന്നു. നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? അതുകൊണ്ട് എന്താണ് പ്രയോജനം? അള്ളാഹു തന്നെ ഇവർക്ക് നൽകുന്നില്ല എങ്കിൽ അള്ളാഹു അല്ലേ ചിലരെ ഫക്കീറാക്കിയത്, ചിലരെ സമ്പന്നരാക്കിയത്, നിങ്ങൾ എന്തിനാണ് സമ്പത്ത് ചെലവഴിക്കുന്നത് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, അത് പരീക്ഷണമാണ്. സമ്പന്നന് സമ്പത്ത് പരീക്ഷണമാണ്, ദാരിദ്ര്യാവസ്ഥയിലുള്ള ആൾക്ക് അവന്റെ ദാരിദ്ര്യം പരീക്ഷണമാണ്. അവന്റെ ദാരിദ്ര്യാവസ്ഥ അവൻ ക്ഷമിക്കുന്നുണ്ടോ എന്ന പരീക്ഷണം, സമ്പന്നന് സമ്പന്ന അവസ്ഥയിൽ അവൻ നൽകുന്നുണ്ടോ എന്ന പരീക്ഷണം. അള്ളാഹു തആല ചില അടിമകളെ പരീക്ഷിക്കാൻ വേണ്ടി ചില സമ്പന്നരാക്കി, ചില അള്ളാഹു തആല ദാരിദ്ര്യാവസ്ഥയിലാക്കി. അവിടെ ഹദീസിൽ വരുന്നുണ്ട്, ചിലക്ക് അള്ളാഹു തആല സമ്പത്ത് നൽകി അവർ ആ സമ്പത്തിന്റെ ഹക്കിനെ പൂർത്തീകരിച്ചില്ല എങ്കിൽ, പാവങ്ങൾക്ക് നൽകിയില്ല എങ്കിൽ അള്ളാഹു തആല അത് അവനിൽ നിന്ന് മാറ്റി മറ്റുള്ളവർക്ക് അള്ളാഹു നൽകുന്നതാണ്. അഥവാ സമ്പന്നന്മാർക്ക് സമ്പത്ത് അള്ളാഹു നൽകിയതിന്റെ ലക്ഷ്യം തന്നെ അവർ ആ സമ്പത്ത് പാവങ്ങളുടെ മേൽ ചെലവഴിക്കുക എന്നതാണ്.
അത് ചിലവഴിച്ചില്ല എങ്കിൽ അള്ളാഹു തആല നിഅമത്തിനെ അവനിൽ മാറ്റുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ചില ആശയങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അൻഫിഖു മിമ്മാ റസഖനാകും മിമ്മാ റസഖകുമുല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്നും. പക്ഷേ ഇത് ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹു ഉപയോഗിച്ച പ്രയോഗമാണ്. മിമ്മാ റസഖനാകും മിമ്മാലില്ലാഹില്ലദീ ആതാകും. അവിടെ അള്ളാഹു തആല പറഞ്ഞിരിക്കുന്ന അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമ്പത്തിൽ നിന്നും. അപ്പോൾ ഈ സമ്പത്തും വസ്തുക്കളുമെല്ലാം നമ്മുടെ ആരെയും കഴിവുകൊണ്ട് കൊണ്ടുവന്നതല്ല, മറിച്ച് അള്ളാഹു നമുക്ക് നൽകിയതാണ്. കുറച്ച് ആളുകൾക്ക് അള്ളാഹു കൂടുതൽ നൽകി, കുറച്ച് ആളുകൾ അള്ളാഹു കുറച്ച് നൽകി. ഇത് അള്ളാഹുവാണ് നൽകിയത്. അതുകൊണ്ട് ഇവിടെ അള്ളാഹു തആല പ്രേരിപ്പിക്കുകയാണ്, അൻഫിഖു വഇദാ ഖീല ലഹും ഇത്തഖൂ മാ ബൈന അയ്ദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ. അവരോട് മുന്നിൽ വരാനിരിക്കുന്നതും നിങ്ങളുടെ പിന്നിലുള്ളതിനെക്കുറിച്ച്, പിന്നിൽ കഴിഞ്ഞു പോയതുമായ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് അവരോട് പറയപ്പെട്ടാൽ, അതിലൂടെ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം എന്നവരോട് പറയപ്പെട്ടാൽ, തിരിച്ച് അവർ പ്രതികരിക്കും, വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅ്രിദീൻ. അവരുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും എന്തെങ്കിലും ദൃഷ്ടാന്തം അവരുടെ അരികിൽ വന്നാൽ അതിന് അവർ മുഖം തിരിച്ചു കളയുന്നു. മുഅ്രിദൂൻ, അവർ മുഖം തിരിച്ചു കളയുന്നു. വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, ഇനി അവരോട് പറയപ്പെട്ടാൽ അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് നൽകി നിങ്ങൾ ചിലവഴിക്കുന്നു പറയപ്പെട്ടാൽ, ഖാലല്ലദീന കഫറൂ, സത്യനിഷേധികൾ പറയും, ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങളോട്, ഈമാനുള്ളവർ, അനുത്ഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമ, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ തന്നെ ആഹാരം നൽകുമായിരുന്ന ആളുകൾക്ക് ഞങ്ങൾ ആഹാരം കൊടുക്കണമോ? അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ തന്നെ ആഹാരം നൽകുമായിരുന്നു, പക്ഷെ അവൻ നൽകിയിട്ടില്ല. അങ്ങനത്തെ ആളുകൾക്ക് ഞങ്ങൾ നൽകണമോ? ഇൻ അൻതും ഇല്ലാ ഫീ ദലാലി മുബീൻ, നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ് എന്ന് സത്യനിഷേധികൾ മുസ്ലിമീങ്ങളോട് പറയുമായിരുന്നു. ഇവിടെ അള്ളാഹു തആല സമ്പത്തിനെ ചെലവഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ, പക്ഷെ ദീൻ വളരെ കൂടുതൽ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. സമ്പത്തുള്ളവർ, സൗകര്യമുള്ളവർ, അനുഗ്രഹങ്ങൾ ലഭിച്ചവർ അതില്ലാത്തവരുടെ മേൽ ചെലവഴിക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠമായ കാര്യമാണ്, വളരെ വലിയൊരു ഇബാദത്തുമാണ്. ഹദീസ് വരുന്നൊരു വിധവയായ സ്ത്രീയെ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെടുന്ന അസ്സായിയാനിൽ അർമിലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, വിധവകളുടെയും മിസ്കീന്റെയും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി, അവർ ജീവിതത്തെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും ഓടി നടന്ന് പരിശ്രമിച്ചാൽ അവൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെട്ടവനെ പോലെ അത്രയും വലിയ പുണ്യത്തിന്, അത്ര വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. ധാരാളം ഹദീസുകൾ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രേരിപ്പിക്കുന്നുണ്ട്. പാവങ്ങളുടെ വിഷയത്തിൽ സഹായിക്കാൻ വേണ്ടി, നമ്മുടെ സമയം, സമ്പത്ത് ചെലവഴിക്കാൻ വേണ്ടി. ഏറ്റവും ശ്രേഷ്ഠമായ വീട് ഖൈറു ബൈത്തിൻ ഫിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഖൈറായ വീട് ബൈത്തുൻ ഫീഹി യതീമുൻ, അവർ യതീമുള്ള വീടാണ്. ആ യതീമിനെ വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നു. അനാഥരായ ആളുകൾ, മാതാപിതാക്കൾ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ കുട്ടികൾ, അങ്ങനെയുള്ളവരെല്ലാം സഹായിക്കുന്ന, പരിപാലിക്കുന്ന വീടുകൾ ഏറ്റവും ഖൈറായ വീടാണ് ഹദീസ് വരുന്നുണ്ട്. ധാരാളം ഹദീസുകളിൽ പാവങ്ങളുടെ മേൽ സമ്പത്ത് ചെലവഴിക്കുന്നതിന്റെ മഹത്വത്തെ കുറിച്ച് വരുന്നുണ്ട്. ഈ ആയത്തിൽ കൂടി അതുകൂടി പ്രേരിപ്പിക്കുകയാണ്. മുസ്ലിമീങ്ങളുടെ ശീലവുമാണ് പാവങ്ങളുടെ മേൽ സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത്, ആവശ്യക്കാർക്ക് സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ ശീലവുമാണ്. ധാരാളം മുൻഗാമികൾ ചരിത്രങ്ങൾ ധാരാളമായി കേട്ടിട്ടുണ്ടാകും. അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു വീട്ടിൽ യാചകൻ വന്നു, ആവശ്യക്കാരൻ വന്നു. അലി റളിയല്ലാഹു തആല മക്കളോട് പറഞ്ഞു, ഉമ്മയുടെ അടുക്കൽ പോയി ഈ യാചകന് കൊടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു, തിരിച്ച് പറഞ്ഞയച്ചു, നമ്മുടെ വീട്ടിൽ മാവ് വാങ്ങിക്കാൻ വേണ്ടി, ഭക്ഷണത്തിനുള്ള മാവ് വാങ്ങിക്കാനുള്ള കുറച്ച് ദിനാറുകൾ മാത്രമേ ഉള്ളൂ. അലി റളിയല്ലാഹു തആല അൻഹു ആ വീട്ടിലുണ്ടായിരുന്ന 6 ദിർഹമോ അല്ലെ 6 ദിനാറോ അത് കൊടുത്തയച്ച, ആ ദീനാർ കൊണ്ടുവരാൻ പറയുകയും അത് വാങ്ങിച്ച് കൊടുത്തയക്കുകയും ചെയ്തു. വീട്ടിൽ കാലിയായി. ഉള്ള 6 ദീനാറായിരുന്നു, അത് മുഴുവനായി യാചകന് കൊടുത്തയച്ചു. അവർക്ക് ഉറപ്പായിരുന്നു പാവങ്ങളുടെ മേൽ സമ്പത്ത് ചിലവാക്കിയാൽ അള്ളാഹു തആല അതിന് പകരം നൽകും. അലി റളിയല്ലാഹു തആല അല്പം മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ ഒരാൾ ഒട്ടകവുമായി നടക്കുന്നു. ചോദിച്ചു, വിൽക്കാനാണോ? ആ വിൽക്കാനാണ്. അലി റളിയല്ലാഹു ചോദിച്ചെങ്കിൽ നീ എനിക്ക് നൽകുമോ? കടമായി വിൽക്കാൻ തയ്യാറാണ്, സമ്പത്ത് ഞാൻ ഇതിന്റെ പൈസ പിന്നെ തരാം. അലി റളിയല്ലാഹു വാങ്ങിച്ചു. ആ ഒട്ടകത്തെ അല്ലെങ്കിൽ കുതിരയെ പിടിച്ച് നടക്കുന്ന സമയത്ത് മറ്റൊരാൾ വന്നു, ഇതിനെ വിൽക്കുന്നുണ്ടെന്ന് ചോദിച്ചു. വിൽക്കുന്നുണ്ടെന്ന് പറയും.
അലി റളിയല്ലാഹു തആല അൻഹു വാങ്ങിച്ചതിനേക്കാൾ അല്പം വില കയറ്റി പറയുകയും അദ്ദേഹം അത് വാങ്ങിക്കുകയും ചെയ്തു. ഏകദേശം 60 ദീനാർ അദ്ദേഹത്തിന് അത് ലാഭം കിട്ടി. അള്ളാഹുവിന്റെ ദീന്റെ വഴിയിൽ എന്താ കഷ്ടപ്പെടുന്ന ആളുകൾ, ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മുടെ സമ്പത്ത് ചെലവാക്കിയാൽ ഇരട്ടി അള്ളാഹു നൽകും. അലി റളിയല്ലാഹുവിന് 6 ദീനാർ കൊടുത്തതിന് തിരിച്ച് അള്ളാഹു തആല പകരമായി അവിടെ 60 ലാഭമായി കൊടുത്തു. അപ്പൊ നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് ചെലവഴിക്കാൻ വേണ്ടി വളരെ കൂടുതൽ വിശദമായ ഖുർആനും ദീനെല്ലാം പ്രേരിപ്പിക്കുന്നുണ്ട്. നൽകാതിരിക്കുക, പിശുക്ക് കാണിക്കുക എന്നുള്ളത് ഒരു മുഅ്മിന്റെ ഗുണമല്ല. സത്യനിഷേധികളെ കുറിച്ചും നാളെ ആഖിറത്തിൽ പരാജയപ്പെടുന്ന ആളുകളെ കുറിച്ചും ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലമൂത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ. ഈ ആയത്തിലെല്ലാം അല്ലാഹു തആല ആ, ഇടത്തെ കയ്യിൽ നാളെ ആഖിറത്തിൽ ഗ്രന്ഥം കിട്ടുന്ന ആളുകൾ അവരെ പറ്റി പറയുന്ന കൂട്ടത്തിൽ അവരിലുണ്ടായ തിന്മ എന്താണെന്നുള്ളത് പറഞ്ഞു. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. മിസ്കീൻമാർക്ക്, പാവങ്ങൾക്ക് ഭക്ഷണം കഴിപ്പിക്കുമായിരുന്നില്ല, അതിന് പ്രേരിപ്പിക്കുമായിരുന്നില്ല. അപ്പൊ ആവശ്യക്കാരായ ആളുകളെ ഭക്ഷിപ്പിക്കുക, അവർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുക, ഇത് വളരെ കൂടുതൽ മഹത്വമുള്ള വലിയൊരു ഇബാദത്താണ്. മാത്രമല്ല, എത്ര ചെലവഴിക്കുന്നു അത്രയും അല്ലാഹു തആല ദുനിയാവിൽ പകരം നൽകുകയും ചെയ്യും. ഉറപ്പായ കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചൊരു മഹാനാണ് മൗലാന ഖാസിം നാനൂത്തുവി റഹിമഹുല്ലാഹ്. ദാറുൽ ദീവബന്ദിന്റെ ആദ്യ കാല മഹാന്മാരിൽപ്പെട്ടതാണ്. അദ്ദേഹം വിവാഹം കഴിച്ച ഒരു 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 നവാബിന്റെ മകള്, സാലിഹത്തായ ഒരു 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 വലിയ സമ്പന്നന്റെ മകളെയാണ് വിവാഹം കഴിച്ച് വീട്ടിൽ വന്നു. അതുകൊണ്ട് നവാബിന്റെ മകളായതിന്റെ പേര് ധാരാളം സ്വർണവും സമ്പത്തുമായിട്ടാണ് വന്നത്. അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മുസ്ലിമുകൾ താമസിക്കുന്ന പ്രദേശത്ത് വലിയ മുസ്ലിമുകൾ പട്ടിണിയും പ്രയാസത്തിലുമാണ്. അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ ഭാഗത്തു നിന്നും ധാരാളമായി സമ്പത്തുകൾ സദക്ക ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് നിന്റെ പിതാവ് നൽകി തന്നിരിക്കുന്ന ആ സ്വർണവുമെല്ലാം അവർക്ക് വേണ്ടി ചെലവഴിച്ചാൽ നാളെ ആഖിറത്തിൽ അത് ബാക്കിയാവുമെന്ന് പ്രേരിപ്പിച്ചു. ആ ഭാര്യ, ആ സ്ത്രീ അതെല്ലാം കൊടുത്തയച്ചു പാവങ്ങളായ മുസ്ലിമുകളെ സഹായിക്കാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ മൗലാന ചരിത്രത്തിൽ ഇതിട്ട് അന്നത്തെ രാത്രി മൗലാന ഖാസിം നാനൂത്തവിയുടെ ഭാര്യ, വലിയ നവാബിന്റെ മകൾ, സമ്പന്നയായ സ്ത്രീ, പാവങ്ങളായ മുസ്ലിമുകൾ സഹായിക്കാൻ വേണ്ടി തന്റെ പിതാവ് നൽകിയ സമ്പത്ത് കൊടുത്തതിന് പകരമായി അന്ന് രാത്രി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുകയും നിബിധങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. നമ്മുടെ സമ്പത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, അത് നമ്മുടെ ആഖിറം സമ്പാദിക്കാൻ വേണ്ടിയാണ്. ഖാറൂനോട് പറഞ്ഞതുപോലെ, "വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ." നിനക്ക് നൽകിയിരിക്കുന്ന സമ്പത്തും ഇതെല്ലാം അത് നിന്റെ ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ, ഇതുകൊണ്ട് നിന്റെ ആഖിറം സമ്പാദിച്ചു. വഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്, നിനക്ക് അല്ലാഹു തആല ഉപകാരം ചെയ്തതുപോലെ നീ സമ്പത്ത് ഉപയോഗിച്ച് ജനങ്ങളുടെ മേൽ ഉപകാരം ചെയ്യുമെന്ന് ഖാറൂൻ പറഞ്ഞതുപോലെ നമുക്ക് അല്ലാഹു സമ്പത്തും സൗകര്യവും നൽകിയിരിക്കുന്നത് ഇതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ ചെലവഴിച്ച് പാവങ്ങളെ ചെലവഴിക്കാൻ വേണ്ടിയാണ്. അവിടെ ഈ ആയത്തിൽ അള്ളാഹ് പ്രേരിപ്പിക്കാൻ, വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, അവരോട് പറയപ്പെട്ടാൽ അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കിൻ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുമെന്ന് പറഞ്ഞാൽ, ഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറയും, ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളോട്, മുസ്ലിമീങ്ങളോട് പറയും, അനുത്ഇമു മൻ ലൗ യശാ അല്ലാഹു തആല, അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ ഭക്ഷിപ്പിക്കുവാൻ സാധിക്കുമായിരുന്ന ആളുകൾ, ആഹാരം നൽകുവാൻ സാധിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അവൻ നൽകിയിട്ടില്ല. അങ്ങനെ ആളുകൾക്ക് ഞങ്ങൾ ചെലവഴിക്കാനോ? ഇൻ അൻതും ഇല്ലാ ഫീ ദലാലിൻ മുബീൻ, നിങ്ങൾ വ്യക്തമായ വഴികേടിലാണെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങൾ അവർ കളിയാക്കിയുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പിന്നെ അവർ ചോദിച്ചു, വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. വയഖൂലൂന, അവർ പറയാണ്, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ അമ്പിയാക്കളോട് പറയാണ്, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഈ വാഗ്ദാനം എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുക എന്ന് അവർ ചോദിക്കുന്നു. യഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ, അഥവാ ഖിയാമത്തും പരലോകവുമെല്ലാം എപ്പോഴാണ് ഉണ്ടാകുന്നത്, എപ്പോഴാണ് അത് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ പറയുക എന്ന് അവർ ചോദിക്കും. യഖൂലൂൻ, അവർ ചോദിക്കുന്നു, അവർ പറയുന്നു, മതാ ഹാദൽ വഅദു, ഈ വാഗ്ദാനം അത് എപ്പോഴാണ് ഉണ്ടാകുന്നത്, ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. അഥവാ ഖിയാമത്തിനെ കുറിച്ച് നിങ്ങൾ ഇതെല്ലാം ചെയ്തില്ല എങ്കിൽ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൽ മറുപടി പറയേണ്ടി വരും എന്നെല്ലാം അവർ ഉണർത്തിയപ്പോൾ അവർ കളിയായിക്കൊണ്ട് ചോദിച്ചു, എപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്, നിങ്ങൾ പറയുന്നു എന്നല്ലാതെ. എല്ലാ കാലഘട്ടത്തിലും സത്യനിഷേധികളും അതിൽ നിരീശ്വരവാദികളെ ചോദിക്കുന്ന ചോദ്യമാണ് മുസ്ലിമീങ്ങളെ കളിയാക്കാൻ വേണ്ടി, എപ്പോഴാണ് ഇത് ആഖിറം, എന്താ ആഖിറം, മരണശേഷം നമ്മൾ എന്ത് ജീവിതം, ഇതൊന്നും കാണുന്നില്ലല്ലോ, ഇതെല്ലാം പറഞ്ഞ് കളിയാക്കണം. അതേപോലെ മക്കയിലെ മുശ്രിക്കീങ്ങളും മുസ്ലിമീങ്ങളെ കളിയാക്കിയാണ്. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഈ വാഗ്ദാനം എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുക എന്ന് ചോദിക്കുന്നു. മാ യൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദ തഅഖുദുഹും വഹും യഖ്സിമൂൻ, അവർ ഒരു അട്ടഹാസത്തെ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്,
അവർ പരസ്പരം വഴക്കടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഖിയാമത്ത് അവരുടെ മേൽ പതിക്കുന്നതാണ്, അവരുടെ മേൽ ഉണ്ടാകുന്നതാണ്. മാ യൻദുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദ മാ യൻദുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദ തഅഖുദുഹും വഹും യഖസ്സിമൂൻ. അവർ ഒരു അട്ടഹാസത്തെ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. മാ യൻദുറൂന മാ യൻതദിറൂന ഇല്ലാ സൈഹത്തൻ വാഹിദ. അവർ ഒരു അട്ടഹാസത്തെ മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവർ പരസ്പരം വഴക്കടിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വഹും യഖ്സിമൂൻ, അവർ പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ഖിയാമത്ത് അവരുടെ മേൽ സംഭവിക്കുന്നതാണ്. ഇവിടെ അല്ലാഹു തആല അവർ ചോദിക്കുന്ന ചോദ്യത്തിന് അല്ലാഹു തആല ആ കാര്യമല്ല അല്ലാഹു തആല മറുപടി പറയുന്നത്. അവർ ചോദിക്കുന്നത് എപ്പോഴാണ് ഖിയാമത്ത്, അതിന്റെ ഡേറ്റ്, അതിന്റെ തീയതി എല്ലാം അവർ ചോദിക്കുന്നത്, എപ്പോഴാണ് ഖിയാമത്ത് സംഭവിക്കുന്നത്. അല്ലാഹു തആല അതിന് ആ തീയതി, അതിന്റെ ഡേറ്റ് പറയുന്നതിന് പകരം അല്ലാഹു തആല ആ വിഷയത്തെ അല്ലാഹു തആല അവരെ കൊണ്ടുപോവുകയാണ്. അവ ഖിയാമത്ത് ആഖിറം എന്നുള്ള ഉറപ്പായ കാര്യമാണെന്ന് ചിന്തയിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. ആ കാര്യത്തിലേക്ക് അല്ലാഹു ഉണർത്തുകയാണ്. ഉറപ്പായും വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് തയ്യാറെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഖിയാമത്ത് എപ്പോൾ ഉണ്ടാകും, ലോകാവസാനം എപ്പോൾ ഉണ്ടാകും എന്നതിനെ കുറിച്ച് അതിന്റെ തീയതിയും അതിന്റെ ഡേറ്റും അല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്, മറിച്ച് വരാനുള്ള ഉറപ്പായ കാര്യമാണ്. അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ് നിങ്ങൾ വേണ്ടത്. നിങ്ങൾ ഖിയാമത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ട് തയ്യാറെടുക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഖിയാമത്ത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇല്ല സിഹത്തൻ വാഹിദ, അതൊരൊറ്റ അട്ടഹാസം മാത്രമായിരിക്കും. നിങ്ങൾക്ക് പിന്നെ തയ്യാറാകാനോ അതിനുള്ള അവസരം മറ്റോ കിട്ടുകയില്ല. അങ്ങനെയാണ് ഖിയാമത്ത് സംഭവിക്കുന്നത് എന്നാണ് അല്ലാഹു തആല ഇവരുണർത്തുകയാണ്. ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാഹ ഇലൈഹിം യർജിഊൻ. ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാഹ ഇലൈഹിം യർജിഊൻ. ഖിയാമത്ത് നാൾ എത്ര വേഗത്തിൽ പെട്ടെന്ന് സംഭവിക്കും എന്നതിനെ കുറിച്ചാണ് ഇവിടെ അല്ലാഹു തആല പറയുന്നത്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വസിയത്ത് ചെയ്യാൻ സാധിക്കുകയില്ല, അവരുടെ വീട്ടുകാരിലേക്ക് മടങ്ങാനും കഴിയുകയില്ല. വസിയത്ത് ഒരു അല്പസമയം കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ജസ്റ്റ് എന്റെ ഇന്ന കാര്യം ഇന്ന കാര്യം ഇന്ന ആൾക്ക് നൽകിയിരിക്കുന്നു, ആ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യേണ്ട വസിയത്ത് അതുപോലും ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാഹ ഇലൈഹിം യർജിഊൻ. അവർക്ക് വസിയത്ത് ചെയ്യാൻ സാധിക്കുന്നതല്ല, അവരുടെ വീട്ടുകാരിലേക്ക് മടങ്ങാനും കഴിയുന്നതല്ല. അല്ലാഹു തആല ആയതിൽ കൂടി അവരെ ഖിയാമത്തിന്റെ ആ അവസ്ഥയെക്കുറിച്ച് പറയാൻ, അവർ എപ്പോഴാണ് ഖിയാമത്തിന്റെ തീയതി, ഡേറ്റ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല അത് പറയുന്നതിന് പകരം ഇവിടെ അല്ലാഹു തആല അവരെ ഖിയാമത്ത് അത് സംഭവിക്കുക തന്നെ ചെയ്യും, അതിന്റെ അവസ്ഥ അത് സംഭവിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടും. വനുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടും. ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അപ്പോൾ അവർ അവരുടെ ഖബറുകളിൽ നിന്നും അവർ പുറപ്പെട്ട് അവരുടെ രക്ഷിതാവിലേക്ക് ഓടി വരുന്നതാണ്. ഫഇദാ ഹും മിനൽ അജ്ദാസ് ഖബർ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഖബറുകളിൽ നിന്നും അവർ രക്ഷിതാവിന്റെ അടുക്കിലേക്ക് ഓടി വരുന്നതാണ്. ഖാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ അർ-റഹ്മാനു വസദഖൽ മുർസലൂൻ. അവർ പറയും, ഖാലു അവർ പറയും, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ആ കഷ്ടം, ഞങ്ങളെ ഖബറുകളിൽ നിന്നും എഴുന്നേൽപ്പിച്ചത് ആരാണ്? അപ്പൊ അവരോട് പറയപ്പെടും, അറിയുക, ഇത് കാരുണ്യവാനായ അല്ലാഹു വാഗ്ദത്തം ചെയ്ത കാര്യമാണ്, പ്രവാചകന്മാർ സത്യം പറഞ്ഞിരിക്കുന്നു. ഖാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്നും, ഈ ഖബറിൽ നിന്നും ആരാണ് ഞങ്ങളെ ഉണർത്തിയത്, എഴുന്നേൽപ്പിച്ചത്? ഹാദാ, അത് മലക്കുകളുടെ മറുപടി. ഹാദാ ഇവിടെ നിർത്തിയാണ് ഓതേണ്ടത്. ഖാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ഹാദാ എന്നല്ല, മിൻ മർഖദിനാ എന്ന് നിർത്തിയിട്ട് ഹാദാ മാ വഅദ അർ-റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇതിന്റെ മുകളിൽ സീൻ ഇട്ടിട്ട് പിന്നെ ഖാഫും ലാമൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നിർത്തണം എന്നുള്ളതിനുള്ള സൂചനയാണ്. ഇതിന്റെ അർത്ഥം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഹാദാ മാ വഅദ അർ-റഹ്മാനു വസദഖൽ മുർസലൂൻ. മുസ്ലിമീങ്ങൾ അതിന് മറുപടി പറയും, അല്ലെങ്കിൽ മലക്കുകൾ അവരുടെ മറുപടി പറയും. ഹാദാ മാ വഅദ അർ-റഹ്മാൻ, ഇത് കാരുണ്യവാനായ അല്ലാഹു വാഗ്ദാനം ചെയ്ത കാര്യമാണ്. മാ വഅദ അർ-റഹ്മാൻ വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ സത്യം പറഞ്ഞിരിക്കുന്നു. ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. അത് ഒരു അട്ടഹാസം മാത്രമായിരിക്കും, അപ്പോൾ അവർ എല്ലാവരും നമ്മുടെ അരികിൽ ഹാജരാക്കപ്പെടുന്നതാണ്. ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ ഫഇദാ ഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. അങ്ങനെ ഊതപ്പെട്ട് കഴിഞ്ഞാൽ അവരെല്ലാവരെയും നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടും. ഹാദിറൂൻ അല്ല, മറിച്ച് മുഹ്ളറൂൻ, അവരെ ഹാജരാക്കുക. ആർക്കും സ്വന്തമായി വരാൻ താല്പര്യമുണ്ടാവുകയില്ല, പക്ഷെ അവരെ കൊണ്ടുവരുന്നതാണ്. അവരെല്ലാവരെയും അത് ഊതപ്പെട്ട് കഴിഞ്ഞാൽ കൊണ്ടുവരുന്നതാണ്. ഇവിടെ അജിദാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ജദസ എന്നതിന്റെ ബഹുവചനമാണ്. അതായത്
ഖബർ എന്നാണ് ഇതിന്റെ അർത്ഥം. എൻസിലൂൻ എന്ന് പറഞ്ഞു, നസ്ലാൻ എന്നതിൽ എടുക്കപ്പെട്ട ഇതാണ്. ധൃതി കാണിക്കുക, ധൃതിയിൽ നടക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അള്ളാഹു താല ഖിയാമത്തിനെ കുറിച്ച്, ഖിയാമത്തിന്റെ അവസ്ഥയെ കുറിച്ച് അള്ളാഹു താല വിവരിക്കാൻ, ഖിയാമത്ത് സംഭവിക്കുന്നത് എങ്ങനെയാണ്, ഒരൊറ്റ അട്ടഹാസം മാത്രമായിരിക്കും. ഹദീസിൽ വരുന്നുണ്ട്, രണ്ട് ആളുകൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഖിയാമത്ത് സംഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഹദീസിൽ വരുന്നുണ്ട്. രണ്ടുപേർ വസ്ത്രം കച്ചവടം ചെയ്യുന്ന രണ്ടാളുകൾ, ഒരാൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിൽ ചെന്നു, കടയിലെ ആള് വസ്ത്രം നിവർത്തി ഇടുന്നു, മറ്റുള്ളത് അത് നോക്കുന്നതിനിടയിൽ ഖിയാമത്ത് സംഭവിക്കും, സൂറുതപ്പെടും, രണ്ടുപേരും മരണപ്പെട്ട് വീണു പോകും. മറ്റു റിവായത്തിൽ ഒരാള് തന്റെ ഒട്ടകത്തിന് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയുള്ള തടാകം, അതിന്റെ ഇത് നന്നാക്കുന്നതിനിടയിൽ ഖിയാമത്ത് സൂറുതപ്പെടും, അങ്ങനെ അയാൾ മരിച്ചു വീഴുന്നതാണ്. ചില റിവായത്തിൽ വരുന്നു, ഒരാൾ തന്റെ മീസാനിന് ഗ്ലാസ് നന്നാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഖിയാമത്തിന് സൂറത്തിന് ശബ്ദം കേൾക്കുകയും അദ്ദേഹം ആ അവസ്ഥയിൽ മരണപ്പെട്ട് വീഴുകയും ചെയ്യും. അതുപോലെ ഒരു മനുഷ്യൻ തന്റെ ഭക്ഷണം എടുത്ത് വായിലേക്ക് വയ്ക്കാൻ വേണ്ടി കയ്യിലെടുത്തു, വായിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സൂറത്തിന് ശബ്ദം കേൾക്കുകയും അതിലെത്തുന്നതിന് മുമ്പ് തന്നെ അത് മരണപ്പെട്ട് വീഴുകയും ചെയ്യും. അപ്പോൾ എഴുതുന്നുണ്ട് കാഹളം, അത് ഉദപ്പെടുന്ന അതിന്റെ അവസ്ഥയെക്കുറിച്ച്. അള്ളാഹുത്താല ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹുത്താല സൂറിനെ സൃഷ്ടിച്ചു. എന്നിട്ട് അത് അള്ളാഹുത്താല ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിക്കുകയുണ്ടായി. ചില പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹുത്താല സൂറ ഏൽപ്പിച്ചത്? കാരണം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദ്യമായി സുജൂദ് ചെയ്തത്, മലക്കിൽ നിന്ന് ആദ്യമായി സുജൂദ് ചെയ്ത് ഇസ്രാഫിൽ അലൈഹി സ്വലാമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സൂറ ഏൽപ്പിക്കാൻ കാരണമെന്ന് ചില ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. ഒരു അറാബിയ സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മസ്സൂർ, സൂർ എന്നാൽ എന്താണ്? ഞങ്ങൾ പറഞ്ഞു, അതൊരു ഇതാണ്, അതിൽ അതിൽ ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഏൽപ്പിച്ചിരിക്കുന്നു, അത് അദ്ദേഹം ഊതുമ്പോൾ ലോകത്തിന്റെ നാശം സംഭവിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച്, ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവസ്ഥയെക്കുറിച്ച് വരുന്നു, അദ്ദേഹം സാഹിബ് സൂർ, അദ്ദേഹം തന്റെ സൂറിനെ, കാഹളത്തെ വായിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ അള്ളാഹുന്റെ കൽപ്പനയെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കാൻ. അദ്ദേഹം സൃഷ്ടിച്ച ദിവസം മുതൽ അദ്ദേഹം ഇങ്ങനെ അള്ളാഹുന്റെ കൽപ്പന എപ്പോൾ വരുമോ അപ്പോൾ ഊതാൻ വേണ്ടി പ്രതീക്ഷ നിൽക്കുകയാൻ. അദ്ദേഹത്തിന്റെ കണ്ണ് ഇമ വെട്ടാതെ ഇങ്ങനെ അള്ളാഹുന്റെ കൽപ്പനയെ പ്രതീക്ഷ നിൽക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസിന്റെ തങ്ങൾ പറയുമായിരുന്നു, ഞാൻ എങ്ങനെ സുഖത്തിലും സന്തോഷത്തിലുമായി കഴിഞ്ഞുകൂടാനാണ്? ഇസ്രാഫീൽ സൂർ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അദ്ദേഹം തന്റെ കാഹളത്തെ വായിൽ വെച്ച് കൽപ്പന പ്രതീക്ഷിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ എങ്ങനെ ദുന്യാവിൽ സുഖിച്ചു കഴിയാനാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അദ്ദേഹം പറയുന്നുണ്ട്, സൂർ ഊതപ്പെടുന്ന സമയം ജനങ്ങളെല്ലാം ഒരു കമ്പോളത്തിൽ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനുമുള്ള അവസ്ഥയിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്തായിരിക്കും സൂർ ഊതുന്ന ശബ്ദം ജനങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ജനങ്ങൾ അശ്രദ്ധമായി പല ജോലിയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അപ്രതീക്ഷിതമായി സൂറിന് ശബ്ദം കേൾക്കുന്നത്. ഇല്ലാ സൈഹത്തുൻ വാഹിദ, പല ജോലിയിലായിരിക്കും അവർ. ആദ്യമായി സൂറിന്റെ ശബ്ദം കേൾക്കുന്നത് ഹദീസ് വരുന്നുണ്ട്, ഒട്ടകത്തിന് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി അതിന്റെ ഹൗദ് ശരിയാക്കുന്ന ആളായിരിക്കും ആദ്യമായി സൂറിന്റെ ശബ്ദം കേൾക്കുന്നത്. അദ്ദേഹമായിരിക്കും ആദ്യം അതിന് ശബ്ദം കേട്ട് ആ അവസ്ഥയിൽ തന്നെ മരിച്ചു വീഴും. ഒരു കണ്ണ് ഇമ വെട്ടുന്ന അത്രയും സമയം കൊണ്ട് പെട്ടെന്ന് സംഭവിക്കും. ഇല്ലാ കലംഹിൽ ബസർ, ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാ കലംഹിൽ ബസർ, അത് കണ്ണ് ഇമ വെട്ടുന്ന ശബ്ദം കൊണ്ട് സംഭവിക്കും. പക്ഷേ ഖുർആൻ അല്ലാഹു തആല അത് ഊതുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചെല്ലാം ധാരാളമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഊതലിന്റെ ശക്തി എത്രയായിരിക്കും, അദ്ദേഹം ആ സൂറയിൽ ഊതപ്പെടുമ്പോൾ തന്നെ ലോകത്തുണ്ടാകുന്ന അവസ്ഥകളെ, മാറ്റങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആന്റെ പല സ്ഥലത്തും യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ യഹ്നിൽ മൻഫൂഷ് യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദാത് വതള കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറ അന്നാസ സുകാറ വമാ ഹും ബിസുകാറ വലകിൻ അദാബല്ലാഹി ശദീദ് യൗമ യജഅലു വിൽദാനു ശീബ. ഈ ആയത്തുകളെല്ലാം സൂർ ഊതപ്പെടുമ്പോൾ അതിന്റെ ഭയാനമായ അവസ്ഥ കണ്ട് മനുഷ്യൻ ഭയപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദാത്. ഖിയാമത്ത് സംഭവിക്കുന്ന സമയത്ത് ഗർഭിണിയായ സ്ത്രീ അവൾ പ്രസവിച്ചു പോകും. അതുപോലെ കുട്ടിക്ക് മുലകൊടുക്കുന്ന സ്ത്രീ ആ കുട്ടിയെ വലിച്ചെറിയും. അങ്ങനെ ആ ഭയാനകരമായ അവസ്ഥയായിരിക്കും. പർവ്വതങ്ങളെല്ലാം പഞ്ഞി പോലെയാവും. ജനങ്ങൾക്കെല്ലാം ലഹരി പിടിച്ച പോലെ ജനങ്ങളെല്ലാം കാണും. ഒമാഹുബി സുഖാർ, അവർക്ക് ലഹരി ബാധിച്ചല്ല, വലാകിൻ അദാബല്ലാഹി ശദീദ്, ഖിയാമത്തിന്റെ അവസ്ഥ കണ്ടതാണ്. യസ്സമാഉ ഫതറത്,
വൈദൽ കവാകിബ് ഇന്തസറത് വൈദൽ ബിഹാർ ഫുജ്ജിറത് വൈദൽ ഖുബൂർ ബുഅസിറത്. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകൾ അല്ലാഹു തആല ആ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ആകാശത്തിൽ ഒരു നക്ഷത്രം പോലും ഇല്ലാതെ എല്ലാ നക്ഷത്രങ്ങളും ഭൂമിയിലേക്ക് പതിയുന്നതാണ്. അപ്പൊ അത്രയും ശക്തമായ ഊതലായിരിക്കും ഇസ്രാഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഊതലിന് മുന്നിൽ ഒരു സൃഷ്ടിക്കും പിടിച്ചെടുക്കാൻ സാധിക്കില്ല. മുഴുവൻ സൃഷ്ടികളും ജീവൻ നഷ്ടപ്പെടുന്നതാണ്. സൃഷ്ടികൾ മാത്രമല്ല, ആകാശ ഭൂമികൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എല്ലാം തന്നെ ഇല്ലാതായി തീരും അദ്ദേഹത്തിന്റെ ആ ഊതലിന് മുന്നിൽ. അത്രയും ശക്തമായ ഊതലായിരിക്കും. അതിനെക്കുറിച്ചാണ് അള്ളാഹു തആല പറഞ്ഞത്, അവർ പ്രതീക്ഷിക്കുന്ന ഇല്ലാ സൈഹതൻ വാഹിദ, ഒരു അട്ടഹാസം മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവർ പരസ്പരം വഴക്കടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് അവരുടെ മേൽ പതിയുന്നതാണ്. അവർക്ക് പരസ്പരം എന്തെങ്കിലും കാര്യം വസിയത്ത് ചെയ്യാനോ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങാനോ സാധിക്കുകയില്ല. മരണം മനുഷ്യന് മുന്നിൽ വരുന്ന സമയത്ത് യാഥാർത്ഥ്യം കണ്ടുകൊണ്ട് കാണുമ്പോൾ മനുഷ്യൻ ആഗ്രഹിക്കും മടങ്ങാൻ വേണ്ടി. വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും അല്ലാഹു പറയുന്നുണ്ട്, മരണം അവരുടെ മുന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ സത്യനിഷേധികൾ അവർ പറയും, അല്പസമയം നമ്മൾ ദുനിയാവിലേക്ക് മടക്കി. അലി റളിയല്ലാഹു പറയുമായിരുന്നു, മരണം മനുഷ്യനെല്ലാം ജീവിതത്തിൽ ഒരു ഉറക്കത്തിലാണ്. മരണം മുന്നിൽ വരുമ്പോഴാണ് മനുഷ്യൻ കണ്ണു തുറയുന്നത്. അപ്പോൾ മനസ്സിലാകും നഷ്ടങ്ങളെക്കുറിച്ച്, സത്യമായിരുന്നല്ലോ. അപ്പോൾ മനുഷ്യൻ ആഗ്രഹിക്കും ദുനിയാവിലേക്ക് മടങ്ങാൻ വേണ്ടി. പക്ഷേ ആ സമയത്ത് എത്ര ആഗ്രഹിച്ചാൽ സാധിക്കുകയില്ല. സൂറത്തുൽ മുനാഫിഖിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ടല്ലോ, അവർ അള്ളാഹുവിന് മുന്നിൽ ആവശ്യപ്പെടും, അള്ളാഹു ഒന്ന് ദുനിയാവിലേക്ക് മടക്കി. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. അവർ പറയും, അള്ളാഹു ഒന്ന് ഞങ്ങൾ ദുനിയാവിലേക്ക് മടക്കി, ഞങ്ങൾ സമ്പത്തെല്ലാം നന്മയുടെ വഴിയിൽ ചിലവഴിക്കാം. പക്ഷേ ആയുസ്സെത്തി കഴിഞ്ഞാൽ ഒരാൾക്കും പിന്നെ അവസരം കിട്ടുകയില്ല. സത്യനിഷേധികൾ ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കും. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ഹദീസ് വരുന്ന, മുഅ്മിനിന്റെ മരണസമയം ഒരിക്കലും ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കില്ല. മലക്കൾ ചോദിക്കും ഒരു മുഅ്മിനോട്, നിന്നെ ദുനിയാവിലേക്ക് മടക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ മുഅ്മിൻ പറയുമില്ല, ഒരിക്കലും വേണ്ട, പരീക്ഷണത്തിന്റെയും പ്രയാസത്തിന്റെയും രോഗമായ ദുനിയാവിൽ ഞാൻ മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മുഅ്മിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഹദീസ് ഖദ്ദിമൂനി പറയും, വേഗത്തിൽ നിന്നെ മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോകി, മുന്നോട്ട് പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കും. കാരണം അനുഗ്രഹങ്ങളും നിഅമത്തുകളും മുന്നിൽ കാണാൻ തുടങ്ങും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, മരണസമയത്ത് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിൽ ഒരു വിഭാഗം ഹജ്ജിന് സൗകര്യമുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുന്ന ആളുകൾ മരണസമയത്ത് ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നതാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്. വലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. പിന്നെ രണ്ടാമത്തെ ഈ ആയത്തിൽ കൂടി സൂറിൽ രണ്ടാമത് ഊതുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. പിന്നെ സൂറിൽ ആദ്യത്തെ ഊതൽ കൂടി എല്ലാ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും മനുഷ്യൻ നശിച്ചു ഇല്ലാതായി. പിന്നെ രണ്ടാമത് ഇസ്രാഫ് അലൈഹി സ്വലാത്തു വസ്സലാം കാഹളത്തിൽ ഊതുമ്പോൾ ആ അവസ്ഥയെ കുറിച്ച് പറയാൻ, അങ്ങനെ രണ്ടാമത് ഊതി കഴിയുമ്പോൾ അവർ അവരുടെ ഖബറിൽ നിന്നും അവർ ധൃതിയിൽ പുറപ്പെടുന്നതാണ്. കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ അവരുടെ ഖബറിൽ നിന്നും അവർ പുറപ്പെട്ട അവർ രക്ഷിതാവിലേക്ക് അവർ ഓടി വരുന്നതാണ്. ജിദാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഖബറുകളാണ്. ഇൻസിലുൻ വേഗത്തിൽ ധൃതിയിൽ അവർ അള്ളാഹുവിലേക്ക് ഓടി വരുന്നതാണ്. ഹദീസ് എഴുതുന്ന ആദ്യമായി സൂറ ഊതപ്പെട്ട് രണ്ടാമത് സൂറ ഊതപ്പെട്ട് കഴിയുമ്പോൾ ആദ്യമായി ഖബറിൽ നിന്ന് പുറപ്പെടുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഖബറിൽ പുറപ്പെടുന്നത്. പിന്നെ അബൂബക്കർ റളിയല്ലാഹു വലത്തിന്നും ഇടത്തിന്നും ഉമർ റളിയല്ലാഹു തആല എണീക്കുകയും പിന്നെ ബാക്കിയുള്ള സഹാബാക്കളും മദീനയിലുള്ള ഖബർസ്ഥാനിലെ സഹാബാക്കളും മക്കയിൽ അടങ്ങിയിരിക്കുന്ന സഹാബാക്കളെല്ലാം പിന്നെ ബാക്കിയുള്ള മുസ്ലിമീങ്ങളും അവരെ ഖബറിൽ നിന്നും അവർ പുറപ്പെടും, സന്തോഷവാന്മാരായി ഖബറിൽ നിന്ന് പുറപ്പെടും. മിനിങ്ങൾ വലിയ സന്തോഷവാന്മാരെ അവർ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ ഖുർത്തുബി അദ്ദേഹത്തിന്റെ ഒരു കിതാബിൽ റിവായത്ത് കൊണ്ടുവരുന്നു. മുഅ്മിൻ ഖബറിൽ നിന്ന് എണീക്കുന്ന സമയത്ത് മുഅ്മിനെ സ്വീകരിക്കാൻ വേണ്ടി ഖബറിന്റെ വെളിയിൽ ഒരു സുന്ദരമായ യുവാവുണ്ടാകും, ഭംഗിയുള്ള കോലത്തിൽ നല്ല സുഗന്ധം അടിച്ചു വീശുന്ന അവസ്ഥയിൽ. ചോദിക്കും, ആ യുവാവ് ചോദിക്കും, മുഅ്മിനോട് ചോദിക്കും, നീ എന്നെ അറിയും ആരാണെന്ന്. ഇല്ല, ഞാൻ അറിയുകയില്ല, പക്ഷെ നിന്റെ സൗന്ദര്യവും നിന്റെ സുഗന്ധവും എന്നെ അത്ഭുതപ്പെടുത്തുന്നു, നീ ആരാണ്? പറയാൻ അമലുക സ്വാലിഹ്, നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. സൽക്കർമ്മങ്ങൾ അവനെ സ്വീകരിക്കാൻ വേണ്ടി ഖബറിന്റെ വെളിയിലുണ്ടാകും. പിന്നെ മുഅ്മിനീങ്ങളെ നാളെ മഹ്ശറയിൽ കൊണ്ടുപോകുന്നത് വളരെ സ്വീകരിക്കപ്പെട്ട അവസ്ഥയിൽ വളരെ 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 വലിയ ആർഭാടത്തിലായിരിക്കും. വനശ്റുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദ, ആ മുഅ്മിനീങ്ങളെ വഫ്ദുകളായി അവരുടെ പ്രത്യേകമായ സംഘങ്ങളായി വളരെ വലിയ ബഹുമാനങ്ങൾ നൽകി മുഅ്മിനീങ്ങളെ കൊണ്ടുപോകുന്നു. വസീഖൽ ലദീന തഖൂ റബ്ബഹുമിൽ ജന്നത്തി സുമറ,
അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പറയുന്നു. അവരെ വളരെ ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ട് നാളെ മുഅ്മിനീങ്ങളെ ഖബറിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹുൽ ജാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. എന്നാൽ സത്യനിഷേധികൾ അവർ അവർ സൂറൂതപ്പെട്ട് കഴിഞ്ഞ് അവർ ഖബറിൽ നിന്ന് എണീക്കുന്ന അവസ്ഥയെക്കുറിച്ച് അള്ളാഹു തആല പറയാൻ, അവരെ ഖബറിൽ നിന്ന് എണീക്കുമ്പോൾ അവർ ചോദിക്കും, യാ വൈലനാ, നമ്മുടെ നാശം, മൻ ബഅസനാ മിൻ മർഖദിനാ, ഈ ഖബറിൽ നിന്നും, ഈ കിടക്കുന്ന സ്ഥലത്തു നിന്നും ആരാണ് നമ്മളെ എണീപ്പിച്ചത്, നമ്മളെ പുറപ്പെടുവിച്ചത്? കാരണം അവരെ സംബന്ധിച്ച് ഖബറിലെ അദാബിനേക്കാൾ വലിയ അദാബിലേക്കാണ് അവർ പോകുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന അദാബ്, ഖബറിൽ എത്ര വലിയ അദാബായിരുന്നോ അതിനേക്കാൾ വലിയ അദാബാണ് മശ്റയിൽ അവർ കാണുന്നത്. അവിടെ അവർ ചോദിക്കുന്നത്, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. അപ്പോൾ അവരുടെ മറുപടി പറയാം, ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. യാസീൻ ഓതുമ്പോൾ ഈ ഭാഗത്ത് നിർത്തണം. മൻ ബഅസനാ മിൻ മർഖദിനാ, ഒന്നുകിൽ അവിടെ ഓതി ശ്വാസം വിടാതെ നിർത്തി അടുത്ത ആയത്ത് ഓതണം, അല്ലെങ്കിൽ നിർത്തി ശ്വാസം വിട്ട് പിന്നെ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ എന്ന് ഓതണം. മലക്കുകൾ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ഒരു മറുപടി പറയും, ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യം സത്യമാണ്, പ്രവാചകന്മാർ പറഞ്ഞ കാര്യവും സത്യമായിരിക്കുന്നു എന്നവരുടെ മറുപടി പറയുന്നതാണ്. ഇൻ കാനത് ഇല്ലാ സൈഹത്തൻ വാഹിദ ഫഇദാ ഹും ജമീഉൽ ലദീന മുഹ്ളറൂൻ. ഒരു അട്ടഹാസം മാത്രമായിരിക്കും, അപ്പോൾ അവർ എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കൽ അവർ ഹാജരാക്കപ്പെടുന്നതാണ്. ഇവിടെ ഹാദാ മാ വഅദർ റഹ്മാൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഇസ്മാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റഹ്മാനായ അള്ളാഹു വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണിത്. അതുകൊണ്ട് ഇതൊരു പ്രതീക്ഷ നൽകുന്ന ഒരു പ്രയോഗമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം, ആഖിറത്തിൽ ആകെ ഒരു അടിമക്ക് പ്രതീക്ഷകൾ അള്ളാഹുവിന്റെ കാരുണ്യം മാത്രമാണ്. ഹദീസിൽ വരുന്നുണ്ട്, ഒരാളും നാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അള്ളാഹുവിന്റെ കരുണ കൊണ്ടല്ലാതെ, അമലുകൾ കൊണ്ടല്ല, മറിച്ച് കരുണ കൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യമാണ് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ളത്. ആണ് സുഫിയാൻ റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, ആഖിറത്തിൽ അള്ളാഹു തആല എന്നോട് പറയുകയാണ്, സുഫിയാൻ, നിന്റെ ഹിസാബിനെ, നിന്റെ വിചാരണയെ നിന്റെ ഉമ്മ നടത്തട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുനോട് പറയും, വേണ്ട അള്ളാഹുവേ, എന്റെ വിചാരണ നീ തന്നെ നടത്തിയാൽ മതി, കാരണം എന്റെ ഉമ്മയേക്കാൾ കാരുണ്യം സ്നേഹമുള്ളത് നീയാണ്. അള്ളാഹുവിന്റെ കരുണയാണ് ആഖിറത്തിൽ പ്രതീക്ഷയുള്ളത്. ഈ ആയത്തിൽ കൂടി അള്ളാഹു തആല അതിലേക്ക് സൂചിപ്പിക്കാൻ, ഹാദാ മാ വഅദർ റഹ്മാൻ, ഇത് റഹ്മാനായ അള്ളാഹു വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യമാണ്. വസദഖൽ മുർസലൂൻ, അതുപോലെ പ്രവാചകന്മാർ പറഞ്ഞ കാര്യവും അത് സത്യമായിരിക്കുന്നു. മഹ്ശറയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ ഉള്ള വഴി നമ്മുടെ ജീവിതത്തിൽ അമലുകൾ കൊണ്ട് നടക്കില്ല. ഒന്നുകൂടെ ആദ്യം മുതൽ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ഓതാം, കൂട്ടത്തിൽ അർത്ഥം ചിന്തിച്ച് ഒന്ന് പാരായണം ചെയ്തു ഇൻഷാ അല്ലാഹ്. وَإِذَا قِيلَ لَهُمُ اتَّقُوا مَا بَيْنَ أَيْدِيكُمْ وَمَا خَلْفَكُمْ لَعَلَّكُمْ تُرْحَمُونَ وَمَا تَأْتِيهِمْ مِنْ آيَةٍ مِنْ آيَاتِ رَبِّهِمْ إِلَّا كَانُوا عَنْهَا مُعْرِضِينَ وَإِذَا قِيلَ لَهُمْ أَنفِقُوا مِمَّا رَزَقَكُمُ اللَّهُ قَالَ الَّذِينَ كَفَرُوا لِلَّذِينَ آمَنُوا وَنُطْعِمُ مَن لَّوْ يَشَاءُ اللَّهُ أَطْعَمَهُ إِنْ أَنتُمْ إِلَّا فِي ضَلَالٍ مُّبِينٍ وَيَقُولُونَ مَتَىٰ هَٰذَا الْوَعْدُ إِن كُنتُمْ صَادِقِينَ مَا يَنظُرُونَ إِلَّا صَيْحَةً وَاحِدَةً تَأْخُذُهُمْ وَهُمْ يَخِصِّمُونَ فَلَا يَسْتَطِيعُونَ تَوْصِيَةً وَلَا إِلَىٰ أَهْلِهِمْ يَرْجِعُونَ وَنُفِخَ فِي الصُّورِ فَإِذَا هُم مِّنَ الْأَجْدَاثِ إِلَىٰ رَبِّهِمْ يَنسِلُونَ قَالُوا يَا وَيْلَنَا مَن بَعَثَنَا مِن مَّرْقَدِنَا هَٰذَا مَا وَعَدَ الرَّحْمَٰنُ وَصَدَقَ الْمُرْسَلُونَ إِن كَانَتْ إِلَّا صَيْحَةً وَاحِدَةً فَإِذَا هُمْ جَمِيعٌ لَّدَيْنَا مُحْضَرُونَ. സദഖല്ലാഹുൽ അദീം. യാസീന്റെ ഏകദേശം അവസാന ഭാഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് അല്ലാഹു തആല
സത്യനിഷേധികൾ പറയുന്ന ആഖിറത്തിന്റെ അവസ്ഥകളെക്കുറിച്ച്, മഹ്ശറയെക്കുറിച്ചെല്ലാം പറയുന്നു. ഇനി അടുത്ത ഭാഗം സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാമാണ് ഇനിയുള്ള അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട യാസീന്റെ വളരെ അർത്ഥമുള്ള ആയത്തുകളാണ്. നാം വളരെ ശ്രദ്ധയോടെ അത് ഒന്ന് ഇടയ്ക്ക് ഇൻഷാ അല്ലാഹ് സമയം പോലെ ഒന്ന് പരസ്പരം അത് കുടുംബത്തിൽ ചർച്ച ചെയ്യുകയും ആ അർത്ഥങ്ങളെല്ലാം ഉറയ്ക്കാൻ വേണ്ടി നമ്മളന്ന് പല പ്രാവശ്യം അത് ഒന്ന് നോട്ട് ചെയ്ത് വായിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അമൽ ചെയ്ത് ചെയ്യുമാറാകട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി ബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.